നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനിക തല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും സമാധാനത്തിനുള്ള ധാരണ, അതിനുശേഷം സമാധാന പുലരിയിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. ജനജീവിതമൊക്കെ സാധാരണഗതിയിലേക്ക് വരുന്നു. ഭരണതലത്തിൽ ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്, സൈനികതല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അജണ്ട? കൃഷിജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഡൽഹി വളരെ ഒരു ശാന്തമായ ദിവസത്തേക്ക് കടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 12 മണിക്ക് DGMO തലത്തിൽ ഒരു ചർച്ച ഇന്ന് നടക്കാനുണ്ട്. അതിൽ പ്രധാനമായും ഈ സേനാ വിന്യാസം, രണ്ട് സേനകളും അതിർത്തിയിൽ വലിയ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സേനാ വിന്യാസം അത് പിൻവലിക്കുക, ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക, മാത്രമല്ല ഇനി അങ്ങോട്ട് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ, മാത്രമല്ല പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള മറ്റു നടപടികൾ, അതായത് തിരിച്ചടി അല്ലാതെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കൽ പോലുള്ള മറ്റു നടപടികൾ, അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ സേനാതല ചർച്ചയിൽ സംസാരമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ അതിനൊരു തീരുമാനത്തിലെത്തുക, അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ഈ DGMO ഒരു വാർത്താസമ്മേളനം, പ്രതിരോധ സേന ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു സീസ് ഫയറിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ സിന്ദൂർ അവസാനിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ വീണ്ടും ഉണ്ടാകും. ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തീവ്രവാദത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ തക്കതായ തിരിച്ചടിയും ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സേനാ കമാൻഡർമാർക്ക് നൽകിയിട്ടുള്ളതായും പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു ചർച്ച നടക്കും എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കഴിഞ്ഞ 24 മണിക്കൂറായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കാണാനാവുന്നത്. ഡൽഹിയിലും മറ്റ് തിരക്കിട്ട ചർച്ചകളൊന്നും നടക്കാനില്ല. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. അത് സംയുക്ത സേനാ മേധാവി, അതേപോലെ തന്നെ സേനകളുടെ തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രിയൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ നിലവിലുള്ള സ്ഥിതികൾ പൂർണ്ണമായിട്ടും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തലവന്മാർ തലത്തിൽ ഒരു ചർച്ച, അത് പിന്നീട് ആദ്യം ഈ സേനകൾ തമ്മിലുള്ള ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകൾ നടത്തും. മാത്രമല്ല ഈ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഈ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാഷ്ട്രമെന്ന നിലയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നൽകാനുള്ള ഒരു നീക്കവും കൂടി ഇന്ത്യ നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ശരി, അജീഷ് ജയകുമാറാണ് ഇന്ത്യ പാക് സൈനിക തല ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. ഇനി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ശ്രീനഗറിൽ നിന്ന്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ദാൽ തടാകം, അവിടുത്തെ ഷിക്കാരകൾ, അവിടുത്തെ ടൂറിസം, അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ജാഗ്രതയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണമായും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ വെടിശബ്ദങ്ങളോ സംഘർഷ സാഹചര്യമോ ജമ്മു കശ്മീരിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതിർത്തിയും പൂർണ്ണമായും തന്നെ ശാന്തമാണ്. ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് എത്തിയ ഒരു സാഹചര്യം, അത്തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വിമാനത്താവളം പ്രവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങളും തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ ജമ്മുവിൽ നിന്നുള്ള ഈ ബക്രിവാൾ എന്ന് പറയുന്ന സമൂഹം, അവരുടെ ആടുകളെയും തെളിച്ച് അവർ ഈ നഗരമേഖലയിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയത്താണ് അവരുടെ സ്ഥലം, സ്ഥിരമായ താമസമില്ലാത്തൊരു സമൂഹമാണെങ്കിലും അവർ ജമ്മു മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. അവർ നഗരമേഖലകളിലേക്ക് വരികുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള ഒരു സംഘം നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതേസമയം ക്രിസ്റ്റീന, ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിലും നഗരമേഖലകളിലും തുടരുന്നു.
ഒപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് മറ്റു കാര്യങ്ങളിൽ ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഈ വിമാനത്താവളം അടച്ചിട്ടത് വിനോദസഞ്ചാര വ്യവസായത്തെ, ഒപ്പം തന്നെ മറ്റ് ഇവിടേക്ക് കൂടുതലായി ആളുകൾ എത്തുന്നത് അടക്കമുള്ളതിന് ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. റോഡ് മാർഗം വിനോദസഞ്ചാരികൾ എത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായതുകൊണ്ട് തന്നെ ആ ഒരു നിലവിലിപ്പോൾ പുതിയ വിനോദസഞ്ചാരികൾ ആരും എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ മേഖലയിൽ നിന്നും, കശ്മീർ മേഖലയിൽ നിന്നും പുറമേ നിന്ന് വന്ന് സ്ഥാപനങ്ങൾ നടത്തുന്നവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നിട്ടും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ അതിർത്തി മേഖലകളിലുള്ള ജനങ്ങൾ, അവരുടെ തകർക്കപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോയവരും ഇന്നലെ മടങ്ങിയിട്ടില്ല. ഇതുവരെയും അവർക്കും ഒരു ആത്മവിശ്വാസം ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ അവരുടെ വീടുകൾ പാടെ തകർന്നു പോയതോ ഭാഗികമായി ഇനി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതോ ആണ്. അതിന് ഒരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്, ഈ സഹായം അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കും. എന്തായാലും പതിയെ അവർ വീടുകളിലേക്ക് മടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ചില ആളുകൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി അവിടെ സാഹചര്യം പരിശോധിക്കാനായി പോയിരുന്നു. ഉറി, കുപ്വാര അടക്കമുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾ അത്തരത്തിൽ പോയി വീണ്ടും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് രാത്രിയോടെ മടങ്ങുകയാണ് ചെയ്തത്. അവർ പതിയെ ഈ മേഖലയിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ്. അതിർത്തിയിൽ സമാധാനം തുടരുകയാണെങ്കിൽ അവരും മടങ്ങും. അതേസമയം കടുത്ത തണുപ്പ് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് ജമ്മു കശ്മീരിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തെരുവുകളിൽ അധികം ആളുകളെ, സാധാരണ നിലയിൽ കാണുന്ന പോലുള്ള ആളുകളെ കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പീർ പഞ്ചാൽ മേഖലയിൽ ഇന്നലെ രാത്രി കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. റോഡിൽ ഉൾപ്പെടെ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഒരു തണുപ്പ് ഈ മേഖലയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാരണം കൊണ്ടുകൂടിയാണ് ആളുകളെ അധികം നമുക്ക് പുറത്ത് ഈ ഒരു സമയത്ത് കാണാൻ കഴിയാത്തത് എന്നാണ് കരുതുന്നത്. മറ്റെല്ലാ സാഹചര്യങ്ങളും സാധാരണ നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു നിയന്ത്രണവുമില്ല. ബ്ലാക്ക് ഔട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും രാത്രി വൈദ്യുത ബന്ധം ഉണ്ടായിരുന്നു. രാത്രി എല്ലാം തന്നെ ആളുകൾ പുറത്ത് ഇറങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ, അത് ദാൽ തടാകത്തിലും ലാൽ ചൗക്ക് അടക്കമുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ആളുകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു രാത്രിയോടെ. എന്തായാലും കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജനങ്ങളുടെ ജീവിതം. മറ്റ് നിയന്ത്രണങ്ങൾ അതേസമയം ഇപ്പോഴും തുടരുകയാണ്. ക്രിസ്റ്റീന. ശരി, ശ്രീനഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. രാജ്യത്തിന്റെ അതിർത്തി മേഖല അത് പതിയെ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും ഒക്കെ വരുന്നു. പലയിടത്തും സ്ഥിതി ശാന്തമാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് രാവിലെ തന്നെ അറിയിക്കാനുള്ളത്. നല്ല കാര്യമാണ്. ഇനി അനിൽ വാസുദേവ് കൂടി ചേരുകയാണ് രാജസ്ഥാനിൽ നിന്ന്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ജയ്സാൽമീറിലാണ് നിൽക്കുന്നത്. ചരിത്ര പ്രധാനമായ ഒരു നഗരമാണ്. ഈ പറയുന്ന പോലെ പൊന്നിന്റെ നിറമുള്ള ആ മണ്ണിൽ കഴിഞ്ഞ ദിവസം ആശ്വാസത്തിന്റെ പുഞ്ചിരിയുമായി നമ്മൾ ആൾക്കാരെ കണ്ടു. അപ്പോൾ സാധാരണ ഒരു സ്ഥിതിയിലേക്ക് മടങ്ങിയല്ലേ? അവിടെയും സ്ഥിതിഗതികൾ ശാന്തമാണ്. കഴിഞ്ഞ രാത്രിയിലൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ബ്ലാക്ക് ഔട്ടും കഴിഞ്ഞല്ലോ. തീർച്ചയായും ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് ഈ രാജസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അങ്ങനെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആകെ ബാർമീറിൽ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി ജില്ലാ കളക്ടർ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തന്നെ ഒന്നും തന്നെ ഉണ്ടായില്ല. ചില ലോക്കൽ മീഡിയസ് ആദ്യഘട്ടത്തിൽ അതൊരു ഡ്രോൺ അറ്റാക്ക് എന്ന് പറഞ്ഞ് ലോക്കൽ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത്. പക്ഷേ പിന്നീട് ജില്ലാ ഭരണകൂടം തന്നെ വേറൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഡ്രോൺ തകർത്തു എന്ന തരത്തിൽ ചില വീഡിയോകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന തരത്തിലൊക്കെ തന്നെ. പക്ഷെ അത് തെറ്റാണെന്നാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലെങ്കിൽ മോശം ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ബാർമീറിൽ നിന്നോ ജയ്സാൽമീറിൽ നിന്നോ ജോധ്പൂരിലോ നിന്നോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. ഇന്ന് രാവിലെ 6 മണി വരെയാണ് ഇവിടെയൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ട്
ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത് അതൊക്കെ തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ആളുകൾ മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടി ഇപ്പോൾ നടക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് ജയ്സാൽമീറിൽ നിന്ന് കാണിച്ചു തരാനാവും. വാഹനങ്ങളും ചെറിയ ബൈക്കുകളും ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ ഈ ആദ്യ 2 ദിവസങ്ങളിലേക്ക് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരാളം ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അല്ലെങ്കിൽ പലരും ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ ദൂരെയുള്ള ബന്ധുവീടുകളിലേക്ക് തന്നെ മാറിയിരുന്നു. ഏതാനും ആളുകൾ മാത്രമാണ് അപ്പോൾ ജയ്സാൽമീറിൽ അവരുടേതായുള്ള വീടുകളുള്ളത്. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ ശാന്തമായി വരുന്നു. ഇന്നലെ തന്നെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതോടുകൂടി കടകളൊക്കെ തന്നെ തുറക്കുകയും ആളുകൾ നിരത്തിലിറങ്ങുകയും വാഹനങ്ങളൊക്കെ തന്നെ ഓടിത്തുടങ്ങിയതുമാണ്. പക്ഷേ ഇന്നലെ രാത്രി ഒരു കരുതലിൻ്റെ ഭാഗമായി തന്നെയായിട്ടാണ് ഇന്നലെ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കലുണ്ടായി. അപ്പോൾ എന്തായാലും ജയ്സാൽമീറും രാജസ്ഥാനിലെ മറ്റ് അതിർത്തി പ്രദേശങ്ങളും ഒക്കെ തന്നെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുന്നു, സന്തോഷത്തിൻ്റെ പാതയിലേക്ക് വരുന്നു, ആശ്വാസത്തിൻ്റെ പാതയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തായാലും സൈന്യവും പോലീസും ഒക്കെ തന്നെ കനത്ത ജാഗ്രതയിലാണ്. ഇന്നലെ അവർ മിനിഞ്ഞാന്ന് കണ്ടെടുത്ത ഒരു മിസൈൽ ഡിഫ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും അത്തരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മിസൈലിൻ്റെയോ അല്ലെങ്കിൽ അത്തരം സ്ഫോടക വസ്തുക്കളുടെയൊക്കെ തന്നെ ഭാഗങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന തരത്തിൽ SP പറയുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരും. ഇന്നലെ ജയ്സാൽമീറിൻ്റെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ഈ പ്രദേശത്തൊക്കെ തന്നെ പോലീസിൻ്റെ വിരലിലെണ്ണാവുന്ന തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ പോലീസിനെ കണ്ടാവും. അത്തരത്തിൽ മാത്രമായി മാറി. അതായത് കൂടുതൽ ഫ്രീ ആയി, അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് കണ്ടത്. അങ്ങനെ ഏറ്റവും സന്തോഷത്തിലേക്ക് ഇതിലൊക്കെ തന്നെ വരുന്നു. ഇതൊരു ടൂറിസ്റ്റ് സീസൺ അല്ല. മാർച്ച് അവസാനത്തോടുകൂടി ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ തീരും. അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കുകളില്ല. സാധാരണക്കാരനായ ഇല്ലെങ്കിൽ ഇവിടുത്തുകാരായ ആളുകളുടെയൊക്കെ തന്നെ മാത്രം തിരക്കാണ്. അപ്പോൾ ജയ്സാൽമീറിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഇല്ലാത്ത സമയത്ത് ഇത് തന്നെയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ആശ്വാസത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ജയ്സാൽമീറും രാജസ്ഥാൻ്റെ മറ്റ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് ജില്ലകളും ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റീന, എന്തായാലും ജയ്സാൽമേർ ശാന്തിയുടെ ഒരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. അനിൽ വാസുദേവാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സുവർണ നഗരത്തിൽ നിന്ന് നമ്മളിനി പോകുന്നത് സുവർണ ക്ഷേത്രത്തിന്റെ നഗരത്തിലേക്കാണ്. വിനീത VG ഉണ്ട് അമൃത്സറിൽ നിന്ന്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വിനീത അവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നപ്പോൾ സാധാരണ ഒരു പുലരിയിലേക്ക് ഒരല്പം ആശ്വാസത്തോടെയും സമാധാനത്തോടെയുമുള്ള പുഞ്ചിരിയോടുകൂടി കുറച്ച് ആത്മവിശ്വാസത്തോടെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇത് 2ാം ദിവസമാണ് ഒരു സമാധാനം ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് വന്നിട്ട്. അമൃത്സറിലെ ഇന്നത്തെ പുലരി എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. നമുക്കിതാ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അമൃത്സറിൽ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകൾ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. രാവിലെ തന്നെ അവരവരുടെ ഇങ്ങനെ മുഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെയോടുകൂടി റിക്ഷാവാലകൾ എല്ലാ മേഖലകളിലും, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട അമൃത്സറിലെ ഒരു മേഖലയാണ്. ആ സമീപം കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവരെയൊക്കെ കാത്തു കിടക്കുന്ന റിക്ഷാവാലകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഓരോ ആളുകൾക്കും ഈ കഴിഞ്ഞ 4-5 ദിവസമായി ഇവിടെയൊക്കെ പൂർണ്ണമായും നിയന്ത്രണമായിരുന്നു. ഈ ബസ്സുകൾ എത്തിയിരുന്നുണ്ടായിരുന്നില്ല, ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസം സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കാത്തു കിടക്കുന്ന ഈ റിക്ഷാവാലകൾ ഈ മേഖലകളിൽ ഇനിയിപ്പോൾ ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ഈ മേഖലകളിലേക്ക് എത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സുകൾ എത്താത്തത് കൊണ്ട് തന്നെ ആളുകൾ എത്തുന്നില്ല. അതൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മാറിയ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാത്രിയൊക്കെ ഇവിടെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകൾ അത് തുറന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ, പച്ചക്കറികൾ വാങ്ങാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെയായി ആളുകൾ രാത്രി ഏറെ വൈകിയും ഈ നിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇന്നലെ രാത്രി 2 ഇടങ്ങളിൽ ഫാസിൽക്കയിലും അതോടൊപ്പം തന്നെ ഗുരുദാസ്പൂരിലും വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു. അതൊരു ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായിട്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശം. പക്ഷേ അതിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു മുൻകരുതൽ എന്ന രീതിയിലായിരുന്നു അത്തരം നടപടികളെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് മേഖലകളിൽ, ചില മേഖലകളിൽ ഇപ്പോഴും നിയന്ത്രണം തുടരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉടനെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിമാനത്താവളങ്ങളിലേക്കടക്കം ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. അത് അധികം വൈകാതെ തന്നെ അത്തരം നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ നഗരം കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പൂർണ്ണമായും ഒരു പഴയ നിലയിലേക്ക്
എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ വന്ന സമയത്തൊക്കെ, നമ്മൾ ഈ പഞ്ചാബിലേക്ക് വന്ന സമയത്തൊക്കെ ഈ മേഖലകളിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ മേഖലകളിലും പോലീസിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആളുകൾ ഇതാ പൂർണ്ണമായും അവരുടെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർ ഇറങ്ങി നടക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യമോ ഇനിയിപ്പോൾ നിലവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളാണുള്ളത്. അതിൽ ഈ ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ, ഗുരുദാസ്പൂർ, അമൃത്സർ, പത്താൻകോട്ട് അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നൊരു മേഖല, നമുക്ക് ഈ തരൺ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, ആ പഞ്ചാബിലെ ഒരു ജില്ല. ആ ജില്ലയിൽ നിന്നൊക്കെ അതിർത്തി മേഖല പങ്കിടുന്ന ജില്ലയാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ പേടിച്ചിട്ട് അവിടെ മടങ്ങിപ്പോകുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരികെ അവരുടെ നാടുകളിലേക്ക്, തിരികെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലേക്കൊക്കെ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. അവർക്ക് ഒരു ഉപദേശം നൽകിയിരിക്കുകയാണ്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നിങ്ങൾ പടക്കങ്ങൾ പൊട്ടിക്കരുത്, ഇവിടെയൊക്കെ ഈ ആഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട്, അപ്പോൾ അത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രോണുകളൊന്നും പറത്തരുത് എന്ന് അതിർത്തി മേഖലകളിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നഗരമേഖലകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രതീക്ഷയുടെ നാളുകൾ, പ്രതീക്ഷയുടെ പുലരി. അവർ രാവിലെ ഇങ്ങനെ ആ പ്രതീക്ഷയോടെ അവർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, വിനീത വിജയാണ് അമൃത്സറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ജമ്മുവിലേക്കാണ്. ജമ്മുവിൽ ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, ഈ ആക്രമണങ്ങളുടെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ പലായനം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നമുക്കറിയാം പല ഗ്രാമങ്ങളിൽ നിന്നും കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് ആശങ്കയോടെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് പോയ നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഈ ചൗക്കിബാലയിൽ നിന്നൊക്കെ വളരെ മുന്നേ തന്നെ ഈ പലായനം ആരംഭിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ തിരികെ എത്താൻ തുടങ്ങിയോ? എത്രത്തോളം സാധാരണഗതിയിലേക്കാണ് ജമ്മു ഇപ്പോൾ നീങ്ങുന്നത്? കൃഷിന ഇപ്പോഴും ക്യാമ്പുകളിൽ ആളുകൾ കഴിയുന്നുണ്ട്. അതിൽ ഭൂരിഭാഗത്തിനും തിരികെ പോകാൻ ഭയമുണ്ട് എന്നത് നമുക്ക് നേരിട്ട് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടതാണ്. അവർക്ക് കാലാകാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആദ്യ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ്. പലപ്പോഴും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും ലൈൻ ഓഫ് കൺട്രോളിൽ, നിയന്ത്രണ രേഖയിൽ പലപ്പോഴും വെടിവെപ്പ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കാറുമുണ്ട്. ഈ സമീപകാലത്ത് അത് ഇത്രയധികം വഷളായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഞെട്ടൽ, അതിൻ്റെ ഒരു കൂടിയ ഭയം ഒക്കെ അവർക്കുണ്ട്. അങ്ങനെയാണ് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതും ഇപ്പോൾ തിരികെ പോകാൻ അവർ ഭയക്കുന്നതും. മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറ്റി താമസിക്കാൻ പറ്റുമോ എന്നുവരെ ഇന്നലെ ചിലർ നമ്മളവിടെ ഈ ക്യാമ്പുകളൊന്നിൽ പോയി സംസാരിച്ചപ്പോൾ അതിൽ ചിലർ നമ്മളുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതിന് ശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് മടങ്ങിപ്പോകണ്ട എന്നുള്ളൊരു തീരുമാനം ജനങ്ങൾക്കിടയിലുണ്ട്. ക്യാമ്പ് നടത്തുന്ന ആളുകളും ആ തരത്തിൽ അവരെ മടക്കി വിടാൻ തിരക്ക് കൂട്ടുന്നുമില്ല. ജമ്മുവിൽ പൊതുവെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ഒരു ശാന്തത കാണാം. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു ജാഗ്രതയുണ്ട് എന്ന് പറയാതെ വയ്യ. കടകൾ ഏതാണ്ട് ഭൂരിഭാഗവും ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. പിന്നെ സ്വാഭാവികമായി ഈ രാവിലെ ഇപ്പോഴത്തെ കാഴ്ചയിലും ഏതാണ്ട് എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോലും വളരെ കുറച്ച് കടകളൊക്കെ തുറക്കുന്നുള്ളൂ. ബ്ലാക്ക് ഔട്ട് പൂർണ്ണ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും തെരുവ് വിളക്കുകളും മറ്റും പൂർണ്ണമായി അണഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് ആളുകൾ വൈകിട്ട് മടങ്ങുന്ന തരത്തിലൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഡ്രോൺ ആക്രമണത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതാണ്. ഡ്രോണും ഷെല്ലുകളും ഒക്കെ വീണ് പതിച്ച് ഇവിടെ ചില വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയത് നമ്മൾ വന്ന ആദ്യ ദിനം തന്നെ നമ്മൾ കണ്ടതാണ്. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജമ്മുവിലേക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിർത്തിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള തൊട്ടടുത്ത അതിർത്തി മേഖലയായ ആർഎസ്പുരയിലേക്കൊക്കെ പോയതാണ്. അവിടെ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് ഷെല്ലുകളും മറ്റും വീഴുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ ജമ്മു നഗരവാസികൾക്ക് സാധാരണ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്തരമൊരു വീട്ടിൽ നമ്മൾ പോയപ്പോൾ ആ വീട്ടുകാരി നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നഗരം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത് കൊണ്ട് ആ ഒരു ജാഗ്രത, കരുതലൊക്കെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവും. പൂർണ്ണ അർത്ഥത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറയണമെങ്കിൽ മാനസികമായി പോലും അവർക്ക് ആ ധൈര്യവും സമാധാനവും കിട്ടേണ്ടതുണ്ട്. അതിന് കുറച്ചധികം ദിവസം ഇപ്പോഴുള്ള ഒരു വെടിനിർത്തൽ, ശാന്തത,
സമാധാനപൂർവ്വമായ ജീവിതം അത് കുറച്ചധികം ദിവസം കൂടി നീണ്ടു നിൽക്കേണ്ടി വരും. ഏതായാലും ജനങ്ങൾ ഇപ്പോഴും ഒരു ജാഗ്രതയിൽ തുടരുന്നു എന്നത് തന്നെയാണ്. ജമ്മുവിന് പുറത്തുള്ള ഇതിൻ്റെ അടുത്തുള്ള ജില്ലകളിലൊക്കെ തന്നെ ഏതാണ്ട് ഇതേ കണക്ക് തന്നെയാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിലാവണമെങ്കിൽ അവരുടെ സാധാരണ ജീവിതം, വിനോദസഞ്ചാരമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം. അതിന് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തണം. അവരെത്തണമെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് അത്തരമൊരു ആത്മവിശ്വാസം, ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ള ആത്മവിശ്വാസം കിട്ടണം. കഴിഞ്ഞ ദിവസം ദാൽ തടാകക്കരയിൽ നിന്ന് ബൽറാം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പോലും, ഒരു വിനോദസഞ്ചാരി പോലും വന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ഏതാണ്ട് നിശ്ചലമായി, സാമ്പത്തികമായി അവർക്ക് മറ്റൊരു വരുമാനമില്ലാത്ത തരത്തിൽ നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ ജമ്മു അടക്കം ശ്രീനഗർ അടക്കമുള്ള പൂർണ്ണമായി സംസ്ഥാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറയണമെങ്കിൽ ഈ വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ പഴയപടി ആവേണ്ടതുണ്ട്. അതിന് ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷം കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കേണ്ടി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പർദീസി എന്നൊക്കെ വിളിക്കുന്ന ജമ്മു ആൻഡ് കശ്മീർ അത് സമാധാനത്തിലേക്കുള്ള മടക്കത്തിലാണ്. വളരെ സമാധാനത്തോടും ആശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടെയൊക്കെ സ്വന്തം ജീവനോപാധികൾ കണ്ടെത്തിയിരുന്ന ഒരു മനുഷ്യരെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നത്. ആ ഭീകരവാദത്തിൻ്റെ വേരുകളൊക്കെ അറുത്തു എന്ന് തോന്നിയ സാഹചര്യത്തിലായിരുന്നു പുതിയ ആക്രമണം ഉണ്ടായത്. അവരുടെ ജീവിതങ്ങൾ വീണ്ടും ഇരുട്ടിലേക്ക് പോകുമോ എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സമാധാന ചർച്ചകളും ധാരണകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പതുക്കെയാണെങ്കിലും അവരുടെ ജീവിതങ്ങളൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങട്ടെ. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത്. അജീഷ്, ഈ പറയുന്നത് പോലെ ചില വിശദീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും DGMO തല വിശദീകരണങ്ങളും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഭീകരവാദത്തിനെതിരെ ഇനിയും നമ്മൾ ആഞ്ഞടിക്കും എന്ന സന്ദേശവും ഒക്കെ നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും വിശദീകരണങ്ങൾ ഇന്നുണ്ടാകുമോ? ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ചില ചോദ്യങ്ങൾ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ആ പരമ്പരാഗതമായ നയത്തിൽ നിന്നും നമ്മൾ മാറി അത്തരത്തിലൊരു മധ്യസ്ഥതയിലേക്ക് നമ്മൾ പോയോ? എന്താണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ, നിജസ്ഥിതി എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാവുമോ എന്ന്? നിലവിൽ അത്തരത്തിലുള്ളൊരു വിശദീകരണം നടത്തുമോ എന്നുള്ള കാര്യം സർക്കാർ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു പാർലമെന്റ് പ്രത്യേക സെഷൻ വിളിച്ചു ചേർക്കണമെന്നും ഏപ്രിൽ 22 തൊട്ട് മെയ് 10 വരെ എന്തൊക്കെയാണ് നടന്നത്, ആർമിയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു, മധ്യസ്ഥതല ചർച്ച, അതിനെക്കുറിച്ചുള്ള വിശദീകരണം, അങ്ങനെ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും പ്രത്യേക സെഷൻ വിളിച്ച് ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും സർക്കാർ അത്തരത്തിലൊരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ച് ചേർക്കുന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പ്രത്യേകം ഒരു വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനെക്കുറിച്ചും ഇതുവരെയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നിലവിൽ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ ആർമി തലത്തിൽ ഒരു ചർച്ച നടക്കാനാണ് നിലവിൽ സാധ്യത. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇത് പൂർണ്ണമായും ഡീഎസ്കലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷം മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്ന ശേഷം മാത്രമേ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണത്തിലുള്ളവർ ഒരു പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകുകയുള്ളൂ. നിലവിൽ എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. നിലവിൽ പ്രതിപക്ഷമടക്കമുള്ള കഴിഞ്ഞ ദിവസം ശശി തരൂർ അടക്കമുള്ളവർ ഈ രാജ്യം യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതല ചർച്ചയും ഇന്ത്യയുടെ സീസ് ഫയറും അത് സ്വാഗതം ചെയ്യുന്നു പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ മറ്റ് അംഗങ്ങളൊക്കെ തന്നെ അതിൽ വിപരീതമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അവർ ഇന്ദിരാഗാന്ധിയുടെ ചിത്രമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് 1971 യുദ്ധവും ഒപ്പം തന്നെ സിംല കരാറിന്റെ ലംഘനമൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെ വിമർശനമൊക്കെ സർക്കാരിനെതിരെ നടത്തുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് വിമർശനം നടത്തുമ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തായാലും പാർലമെന്റ് സെഷനൊക്കെ വൈകാതെ വിളിച്ചു ചേർത്ത് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രതിരോധ സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം, പ്രതിരോധ സേനയുടെ DGMOയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ വിശദമായി അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഏപ്രിൽ 22 നടന്ന തീവ്രവാദ ആക്രമണം, അതിൽ നിരപരാധികളായ സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് ജീവൻ നഷ്ടമായി. അതിന് തക്കതായ ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് പ്രതിരോധ സേനയ്ക്കും രാജ്യത്തിനും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് എത്തിയത്. തുടർന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്നത്, അത് നശിപ്പിക്കുന്നത്.
ശരി, ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, അവരുടെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും UDF കൺവീനറായ അടൂർ പ്രകാശും ഉൾപ്പെടെ ഉള്ള പുതിയ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാകും ചുമതല ഏറ്റെടുക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും പാർട്ടിയെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് പുതിയ നേതൃത്വത്തിനുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തുക, പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക. KPCC പുതു നേതൃനിരയ്ക്ക് മുന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ല. സാമുദായിക സമവാക്യം പാലിച്ച് തലമുറ മാറ്റം യാഥാർത്ഥ്യമാക്കി പ്രഖ്യാപിച്ച പുതിയ നേതൃത്വം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ്, UDF കൺവീനറായി അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും. അടിത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. K സുധാകരൻ പ്രസിഡന്റായപ്പോൾ പ്രഖ്യാപിച്ച സെമി കേഡർ പാർട്ടി ലൈൻ തുടരുമോ, അതോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയേണ്ടത്. താൻ സഭയുടെ നോമിനിയല്ല എന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുമ്പോഴും മലയോര കുടിയേറ്റ മേഖലയിൽ ആഴത്തിൽ ബന്ധമുള്ള ആളെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിച്ചതിൽ പാർട്ടിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുന്നതിനൊപ്പം തെക്കൻ ജില്ലകളിലെ ഈഴവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനും അടൂർ പ്രകാശിന് കഴിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. മികച്ച നേതൃപാടവം, സംഘാടകൻ ഇവയെല്ലാം AP അനിൽകുമാറിനെ പാർട്ടിക്കാർക്കിടയിൽ ജനകീയനാക്കും. പുതുതലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും പാർട്ടിയുടെയും ഭാവി പ്രതീക്ഷ കൂടിയാണ്. പുനഃസംഘടന വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമായി പാർട്ടിക്കാർക്കിടയിൽ ഉയരുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയുമെല്ലാം കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്ത ശേഷമാണ് പുതിയ നേതൃത്വം ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. എന്നാൽ MM ഹസൻ അതൃപ്തിയിൽ തന്നെയാണ്. UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അപമാനിച്ചു പുറത്താക്കിയെന്ന വികാരം MM ഹസനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിനുമുണ്ട്. 24 തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. ഇതുവരെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗിയെ കൂടാതെ 10 പേർ ചികിത്സയിലുണ്ട്. മലപ്പുറത്ത് നിന്ന് വിപിൻ C വിജയനാണ് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ആ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിരിക്കുകയാണ്. 112 പേരാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് 54 പേരാണ്. 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ പറഞ്ഞതുപോലെ തന്നെ നിപ്പയിൽ ആശങ്കയും ഒപ്പം തന്നെ ആശ്വാസവും ഒരുപോലെ നിലനിൽക്കുകയാണ്. ആശ്വാസം എന്ന് പറയുന്നത് ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതോടെ പരിശോധിച്ച ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലവുമാണ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചികിത്സയിലുള്ള രോഗിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയായി നിൽക്കുന്നത്. പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തോളമാകുന്നു. ഇത്രയും ദിവസമായിട്ടും നില അതുപോലെ തന്നെ തുടരുകയാണ്. 10 പേരാണ് ഈ രോഗിയെ കൂടാതെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിലവിലുള്ളത്. സമ്പർക്ക പട്ടിക വിപുലീകരിച്ചിട്ട് 112 പേരുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളവരല്ല, പാലക്കാട്, കോഴിക്കോടും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കുണ്ട്. അത് സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയതിനെ തുടർന്നുള്ള അവിടെ ശരി, വളാഞ്ചേരിയിലെ നിപ്പ ബാധിതയുടെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു. അതിൽ മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമല്ല എന്നൊരു വിവരം കൂടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. എറണാകുളം, പാലക്കാട് തുടങ്ങിയ നിരവധി ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കേസിലെ വിധി ഇന്ന് വരും എന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് വിധി ഇന്ന് വരുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2 തവണ കേസിൽ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. ഏക പ്രതി കേതൽ ജൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിതാവിനോടുള്ള വിരോധമാണ് കൊലപാതക കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കേതലിന് മാനസിക പ്രശ്നമില്ലെന്നും വിചാരണാഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു. വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടാണ് കേതൽ സ്വീകരിച്ചത്. ഫോറൻസിക് തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ പ്രാധാന്യത്തോടെ ഉയർത്തിയത്. ഇനി നമ്മൾ ഈ കൊലപാതകത്തിന്റെ നാൾ വഴിയിലേക്ക് പോയാൽ കേരളം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്രൂരതയായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കേതൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് എന്തിനെന്ന് ഇപ്പോഴും സംശയങ്ങൾ പലതാണ്. ദുർമന്ത്രവാദ കഥകൾ കള്ളമെന്നും മാതാപിതാക്കളോടുള്ള പകയാണ് കാരണമെന്നും പോലീസ് ഉറപ്പിക്കുകയാണ്.
2017 ഏപ്രിൽ 8 ക്ലിഫ് ഹൗസിന് സമീപത്തെ ബെയിൻസ് കോമ്പൗണ്ടിലുള്ള 117 നമ്പർ വീട്ടിൽ നിന്നും പുക ഉയർന്നു. അയൽവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി വാതിൽ തുറന്നപ്പോൾ കണ്ടത് 4 മൃതദേഹങ്ങൾ. പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ജീൻ പത്മ, ഇവരുടെ മകൾ കരോളിന, ബന്ധുവായ ലളിത. ഒരാളൊഴികെ വീട്ടിലുണ്ടായിരുന്ന ബാക്കി 4 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ആ ഒരാൾ പ്രൊഫസർ രാജ തങ്കത്തിന്റെ മകൻ കേതൽ ജിൻസൺ രാജയായിരുന്നു. ഇതോടെ പോലീസ് കൊലപാതകം കേതൽ തന്നെ നടത്തിയതെന്ന് സംശയിച്ചു. അങ്ങനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേതൽ ജിൻസൺ രാജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ ക്രൂര കൊലപാതകങ്ങൾ പ്രതി നടത്തിയത് ഇങ്ങനെ: 2017 ഏപ്രിൽ 5 ഉച്ചയ്ക്ക് മുൻപ് താൻ ഉണ്ടാക്കിയ പുതിയ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ ജീൻ പത്മയെ കേതൽ 2ാമത്തെ നിലയിലുള്ള മുറിയിലേക്ക് വിളിച്ചു വരുത്തി. കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിട്ടിരുത്തിയ ശേഷം താൻ വാങ്ങിവെച്ച മഴുകൊണ്ട് പിന്നിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതേ ദിവസം വൈകുന്നേരത്തതിനു മുൻപ് അച്ഛൻ രാജാ തങ്കത്തെയും സഹോദരി കരോളിനെയും വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹങ്ങൾ മുറിയിൽ സൂക്ഷിച്ചു. തൊട്ടടുത്ത ദിവസം ബന്ധുവായ ലളിതയും ഇതേ രീതിയിൽ തന്നെ കൊലപ്പെടുത്തുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആ 4 കൊലപാതകവും താൻ തന്നെയാണ് നടത്തിയതെന്ന് കേതൽ ജിൻസൺ രാജ സമ്മതിച്ചു. പക്ഷേ മറ്റൊരു വിചിത്ര കഥ കൂടി അയാൾ പോലീസിനോട് പറഞ്ഞു. ആസ്ട്രൽ പ്രൊജക്ഷൻ, സ്വർഗപ്രവേശന ആഭിചാര വിദ്യ. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പോലീസ് ശാസ്ത്രീയ മനോരോഗ ചികിത്സയ്ക്ക് കേതലിനെ വിധേയമാക്കി. കേതലിന് മാനസിക പ്രശ്നമില്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ഏഴാം തീയതി രാത്രിയാണ് ആദ്യമായി മൃതദേഹങ്ങൾ മുറിക്കുള്ളിട്ട് കത്തിക്കാൻ കേതൽ ശ്രമിച്ചത്. വീട്ടിലുള്ളവരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ കേതലിൻ്റെ പലതരത്തിലുള്ള ശ്രമങ്ങൾ, നുണക്കഥകൾ. ഇതിൻ്റെയൊക്കെ അവസാനം 8ാം തീയതി കേതൽ മൃതദേഹം വീടിനുള്ളിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ തീ മുറിയിലേക്ക് പടരുന്നു. ഈ ക്രൂര കൊലപാതകങ്ങളുടെ കഥ പുറം ലോകമറിയുന്നു. കേതലിനെതിരെ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ ഇവയൊക്കെ: സ്റ്റാൻലി സ്കാർപ്പൻ്റെ സാക്സ് എന്ന മഴു, കൊലപാതകത്തിന് കേതൽ ഉപയോഗിച്ച ആയുധം. ഈ ആയുധം കേതൽ അയാളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി ഓർഡർ ചെയ്ത് വാങ്ങിയതാണെന്ന് പോലീസ് തെളിവടക്കം കണ്ടെത്തി. സൂംബി ഗോ ബൂം എന്ന വീഡിയോ ദൃശ്യം കേതലിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചു. ആളുകളെ പിന്നിൽ നിന്ന് മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നതായിരുന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ. സംഭവബഹുലമായിരുന്നു നന്തൻകോട് കൂട്ടക്കൊലപാതകത്തിൻ്റെ അന്വേഷണവും വിചാരണയും ഒക്കെ. ഇതിനോടകം തന്നെ പല സിനിമകൾക്ക് കേതൽ ജിൻസൺ രാജയും നന്തൻകോട് കൂട്ടക്കൊലപാതകവും ആധാരമായിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ഉൾപ്പെടെ കൈവിറയ്ക്കാതെ കൊലപ്പെടുത്തിയ ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നതാണ് ആകാംക്ഷ. ക്യാമറാമാൻ സിറിലിനും അരുണിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകളിലേക്കാണ്. ADGP MR അജിത് കുമാറിനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹാജരാക്കാൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന് കഴിഞ്ഞ തവണ വിജിലൻസിനെ കോടതി ശകാരിച്ചിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെന്നായിരുന്നു വിജിലൻസ് SP-യുടെ മറുപടി. ഈ നിലപാടാണ് കോടതിയെ ചൊടിപ്പിച്ചത്. PV അൻവറിന്റെ ആരോപണത്തിൽ ADGPക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ മറുപടി. എന്നാൽ അജിത് കുമാറിന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ടും ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് അവസാനിക്കും. മേള കണ്ട് ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തിയത്. ഉദ്ഘാടന ദിവസം മുതൽ ജനസാന്നിധ്യം കൊണ്ട് സജീവമായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേള. ആലപ്പുഴ ബീച്ചിൽ ഒരാഴ്ചയായി നടന്ന മേളയിലേക്ക് ദിവസവും ആയിരങ്ങളെത്തി. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 200 ശീതീകരിച്ച സേവന വിപണന സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത്. സർക്കാർ സേവന വിപണന സ്റ്റാളുകൾ കൂടാതെ
സ്വകാര്യ സ്റ്റാളുകളും മേളയുടെ ഭാഗമായിരുന്നു. ശുചിത്വ മിഷന്റെ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ സ്റ്റാളാണ്. ഇപ്പം നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 7 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നവർക്കാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ഇത് നോർമലി വരുന്നത് ഒരു മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പം ഒരു ബോധവൽക്കരണം കൂടിയാവും. പിന്നെ നമുക്ക് നോർമൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യനോട് ചോദിക്കുന്നത്. കേരളത്തിന്റെ വികസനങ്ങൾ കണ്ടറിയാനുള്ള സൗകര്യങ്ങളും മേളയിലുണ്ടായിരുന്നു. ഭക്ഷ്യമേളയും കുട്ടികളുടെ പാർക്കും സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറി. മുതിർന്നവരുടെ മനസ്സിലൊരു കുട്ടിയില്ലേ, അതുകൊണ്ട് കളിക്കുക. കൊള്ളാം, കുഴപ്പമില്ല. സിനിമാ തിയേറ്ററും പാർക്കും മേളയിൽ ഒരുക്കിയിരുന്നു. ഇന്ന് വൈകിട്ട് 7-ന് മേള അവസാനിക്കും. ആലപ്പുഴ. സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ KLM മാക്സിവ ഫിൻവെസ്റ്റ് വളർച്ചയുടെ നൂതന പാതകളിലേക്ക് കടക്കുകയാണ്. ബഹുമുഖ പദ്ധതികളിലൂടെ വളർച്ച സാധ്യമാക്കാനാണ് പദ്ധതി. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ KLM മാക്സിവ ഫിൻവെസ്റ്റ് വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോ, ഫിനാൻഷ്യൽ ഫ്രീഡം റാലിയാണ് രജത ജൂബിലി ആഘോഷങ്ങളിലെ ഹൈലൈറ്റ്. സാമ്പത്തിക സാക്ഷരത, നിക്ഷേപങ്ങളിലെ ജാഗ്രത, സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന റാലി ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് വിപുലമായ പദ്ധതികളാണ് 1/4 നൂറ്റാണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുകയെന്ന് ചെയർമാൻ TP ശ്രീനിവാസൻ 24-നോട് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പല സ്റ്റേറ്റുകളിലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കമ്പനിയുടെ ശാഖകളുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അവിടെ പ്രവർത്തിക്കുന്നവരോടും കസ്റ്റമേഴ്സിനോടും ഒക്കെ സംസാരിച്ച് നല്ലൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അവബോധം നൽകുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡം റാലിയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നെന്ന് CEO മനോജ് രവി. പണം ഉണ്ടാക്കുന്നതല്ല ബുദ്ധിമുട്ട്, പണം സംരക്ഷിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ചു കൊടുക്കുകയും അവർക്കുണ്ടാകുന്ന അവയർനെസ് രാജ്യ പുരോഗതിക്ക് ഉതകത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് KLM മാക്സിവ ഈ രജത ജൂബിലി വർഷത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വിപണി പ്രവേശത്തിനൊരുങ്ങുന്ന കമ്പനി 2030ഓടെ 5000 കോടി ആസ്തിയുള്ള കമ്പനിയായി മാറാനുള്ള ഒരുക്കത്തിലാണെന്ന് ഫിനാൻസ് വിഭാഗം വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത എറിൻ ലിസ്ബത്ത് ഷിബു പറഞ്ഞു. ബൈ 2030 നമ്മുടെ AUM 5000 കോടിയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ബ്രാഞ്ച് എക്സ്പാൻഷനും കൂടുതൽ സ്റ്റാഫ് ഇൻക്ലൂഷനുമാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ശക്തമായ ബ്രാൻഡ് അവയർനെസ്സും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തുവാനുമാണ് നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ഓഹരി വിപണിയിലെ ലിസ്റ്റിംഗ്, നൂതന വായ്പാ സേവന സംവിധാനങ്ങൾ, രാജ്യത്തിന് പുറത്തേക്കുള്ള വ്യാപനം, തൊഴിൽ സൃഷ്ടി, ബ്രാൻഡിംഗ്, ജീവനക്കാരുടെ നൈപുണ്യ വികസനം, നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം എന്നിവയിലൂടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ച ലക്ഷ്യമാക്കി മുന്നോട്ടു പോവുകയാണ് KLM മാക്സിവ ഫിൻവെസ്റ്റ്. ബിസിനസ് ഡെസ്ക് 24. 1980-90 കാലത്തെ ഓർമ്മിപ്പിക്കും വിധം ഒരു ചായപ്പയറ്റ് വയനാട്ടിൽ നടന്നു. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തണൽ സ്കൂളിനു വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണം ലക്ഷ്യമിട്ടാണ് ചായപ്പയറ്റ് സംഘടിപ്പിച്ചത്. പഴയകാല രുചിയെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിപാടി. പനയോല മറകെട്ടിയ അങ്ങാടി, അതിൽ പുല്ലുമേഞ്ഞൊരു ചായക്കട, മുന്നിൽ തൂക്കിയിട്ട പെട്രോൾ മാക്സ്, പഴയകാല സിനിമാ പോസ്റ്റർ, ചായ ചൂടാക്കുന്ന സമാവർ, ചില്ലലമാരിയിൽ മുറുക്കും അച്ചപ്പവും വടകളും പഴംപൊരിയും ഉൾപ്പെടെ കാണാം. 1980കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാഴ്ച. ഇവിടെ ഒരു ചായപ്പയറ്റ് നടക്കുകയാണ്. സുൽത്താൻ ബത്തേരി WMO സ്കൂൾ അങ്കണമായിരുന്നു വേദി. കോളാമ്പി മൈക്കിൽ പഴയകാല ഗാനങ്ങൾ ഒഴുകിയെത്തി. കല്ലുവയലിൽ ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തുന്ന തണൽ സ്കൂൾ ആധുനിക സജ്ജീകരണങ്ങളോടെ വിപുലീകരിക്കാനുള്ള ധനസമാഹരണ ലക്ഷ്യത്തോടെയായിരുന്നു ചായപ്പയറ്റ്. പയറ്റിനെത്തിയവർ അത്രയും ഉദാരമായ സംഭാവനകൾ നൽകി രസീതി സ്വീകരിച്ചു. സുൽത്താൻ ബത്തേരിയുടെ ചുറ്റുപാടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ആ പ്രയാസത്തിന് തണലൊരുക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്ന ഓരോ ജനങ്ങളുമാണ് ഈ തണൽ എന്ന് പറയുന്ന സംഭവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം ശേഖരിക്കാന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ ഞങ്ങൾ ചെയ്യുന്ന സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിങ്ങും വിവിധങ്ങളായ തെറാപ്പികളുണ്ട്. അത് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ സ്കൂളിലേക്ക് ഒരു കുട്ടി അധികമായിട്ട് വന്നു ചേർന്ന് ഞങ്ങൾക്ക് അവർക്കൊരു സേവനം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ സംവിധാനത്തിൽ ഞങ്ങൾ ഈ നടത്തിയ ഈ ചായപ്പയറ്റിന്റെ ഒരു വിജയമായിട്ട്
ഞങ്ങൾ കാണുകയാണ്. സൗജന്യമായി ഡയാലിസിസ് അടക്കമുള്ള പ്രവർത്തനങ്ങളും സംഘടന ലക്ഷ്യമിടുന്നുണ്ട്. ബത്തേരിയിലെ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ കൂട്ടായ്മയിലായിരുന്നു ചായപ്പയറ്റ്. 24 വയനാട്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷത്തിന് ഇന്ന് തുടക്കം. അധ്യാപകനും പ്രഭാഷകനും വിമർശകനും എഴുത്തുകാരനുമായ സുകുമാർ അഴീക്കോട് അനീതിക്കെതിരെ ശബ്ദിക്കാൻ തലമുറകളെ പ്രചോദിപ്പിച്ചു. നിലപാടുകളിലെ വ്യക്തതയിലൂടെയും ധാർഷ്ട്യത്തിലൂടെയും മലയാളി ധാർമ്മികതയുടെ മുഖമായി മാറി. സാഹിത്യത്തിലുള്ള പരിശീലനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. ഞാൻ ആലോചിച്ചതാണ്. ഞാനൊരു ഭീകരനായി മാറുകയാണ്. അതാണ് എൻ്റെ. പക്ഷെ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സാഹിത്യ പഠിച്ചതുകൊണ്ടാണ്. നട്ടെല്ലുള്ള നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. വാക്കുകളുടെ വിസ്മയം. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടെ പറയുകയും എഴുതുകയും ചെയ്തു അഴീക്കോട്. സമഗ്ര വിമർശകനായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും നിരന്തരം കലഹിച്ചു. രണ്ട് ചെരുപ്പുള്ളവൻ ഒരു ചെരുപ്പുള്ളവനോട് സഹാനുഭൂതി കാണിക്കണം, ഒരു ചെരുപ്പുള്ളവൻ ചെരുപ്പില്ലാത്തവനോട് സഹാനുഭൂതി കാണിക്കണം. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരുടെ നേരെയാണ് ഏറ്റവും ഭയങ്കരമായ ഹൃദയശൂന്യത കാണിക്കുന്നത്. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അഴീക്കോടിന് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി മാറിയത്. വിമർശനത്തിന്റെ കൂരമ്പിൽ കോർത്തവയായിരുന്നു അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സ് മുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കോടിന്റെ ശബ്ദം. കണ്ണൂർ അഴീക്കോട് അധ്യാപകനായിരുന്ന പി ദാമോദരന്റെയും കേളോത്ത് തട്ടാരത്ത് മാധവിയമ്മയുടെയും 6 മക്കളിൽ 4-മനായി 1926 മെയ് 12-നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് ജനിച്ചത്. മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി. വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവുമായി. 1961-ൽ തലശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു ഗ്രന്ഥത്തിന്റെ മഹത്വം ജീവിച്ച വ്യക്തിയുടെ മഹത്വമാണ്. ജീവിച്ച വ്യക്തിയുടെ മഹത്വം ഇല്ലാതെ വരുമ്പോഴാണ് ഗ്രന്ഥത്തിന് കൃത്രിമങ്ങളായ മഹത്വങ്ങൾ നാം ഉണ്ടാക്കേണ്ടി വരുന്നത്. ആശാന്റെ സീതാകാവ്യം, മലയാള സാഹിത്യ വിമർശനം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, തത്വമസി, ഭാരതീയത, അഴീക്കോടിന്റെ ലേഖനങ്ങൾ, ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റേതായിട്ടുണ്ട്. 2012 ജനുവരി 24-ന് തന്റെ 85-ാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ 24-ന്റെ ആദരം. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അതിർത്തിയിൽ വെടിയേറ്റ BSF ജവാന് വീരമൃത്യു. ആർഎസ്പുരയിലെ അതിർത്തിയിലാണ് BSF ജവാനായ ദീപകിന് വെടിയേറ്റത്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥെ, കൂടുതൽ വിശദാംശങ്ങൾ. ജമ്മു നഗരത്തിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ അകലെയാണ് ആർഎസ്പുരയിലെ അതിർത്തി മേഖല. ഇവിടെ കാവലുണ്ടായിരുന്ന BSF ജവാന് ശനിയാഴ്ചയാണ് വെടിയേറ്റത്. ശനിയാഴ്ച രാവിലെ വെടിയേറ്റു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകളും മറ്റും നൽകുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തിന് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അദ്ദേഹം വീരമൃത്യു വരിച്ചു എന്ന വിവരം BSF തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ദീപക് എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. സൈന്യം ഈ നഷ്ടത്തിൽ, ദുഃഖത്തിൽ അതീവമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ മരിച്ച ജവാന്മാരുടെ എണ്ണം 6 ആവുകയാണ്. നേരത്തെ 3 BSF ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അതിർത്തിയിൽ വെടിയേറ്റ BSF ജവാന് വീരമൃത്യു എന്ന ആ ഒരു ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആർഎസ്പുരയിലെ അതിർത്തിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത്. ദീപക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട, വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ എണ്ണം 6 ആയി എന്നും ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം വെടിയേറ്റ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. വീരമൃത്യു വരിക്കുന്ന 6ാമത്തെ ഇന്ത്യൻ ജവാനാണ് ദീപക് എന്ന BSF ജവാൻ. അതിർത്തിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥെ, തുടരാം.
ആർഎസ്പുര മേഖലയിൽ അതിർത്തി മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ BSF ജവാൻ ദീപക് ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുണ്ടായ പ്രകോപനത്തിനിടെ ഇന്ത്യൻ സേന തിരിച്ചടിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചികിത്സയിലായിരുന്നു. പക്ഷെ ഇന്നലെ അദ്ദേഹം വീരമൃത്യു വരിച്ചു എന്ന് BSF അറിയിച്ചിട്ടുണ്ട്. ഇതോടെ പാകിസ്ഥാന്റെ ഈ സമീപകാലത്തെ പ്രകോപനത്തിൽ വീരമൃത്യു വരിക്കുന്ന 6ാമത്തെ സൈനികനാണ് ഈ ദീപക്. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം അടക്കമുള്ള മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ആർഎസ്പുര അടക്കമുള്ള ജമ്മു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു ദിവസത്തെ ശാന്തത ഒഴിച്ചു നിർത്തിയാൽ അതിനു മുമ്പുള്ള ദിവസങ്ങളൊക്കെ തന്നെ രാത്രി കനത്ത വെടിവെപ്പ് നടന്നിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനം ഉണ്ടായതാണ്. അതിന് പരമാവധി തിരിച്ചടി ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇന്ത്യയുടെ ഒരു ധീര പോരാളിയായ BSF ജവാൻ ദീപകിന് ജീവൻ നഷ്ടമാവുന്നത്, അദ്ദേഹം വീരമൃത്യു വരിക്കുന്നത്. കൃഷ്ണ ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് ജമ്മുവിൽ നിന്ന്. ഇനി ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരിയുടെ വലകൾ വളരെ ശക്തമാണ് എന്ന് നമ്മുടെ SKN40 യാത്രയിൽ നമ്മുടെ അന്വേഷണങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ വരുന്ന ഒരു കണക്ക് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. സ്കൂൾ പരിസരത്ത് ലഹരി വിൽപ്പന എന്ന വാർത്തയാണ് ശ്യാംകുമാർ അറിയിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിലാണ്. 8 കേസുകളാണ് എറണാകുളം ജില്ലയിൽ പിടികൂടിയത്. വിദ്യാർത്ഥികൾ പ്രതികളായ 16 മയക്കുമരുന്ന് കേസുകളും എറണാകുളം ജില്ലയിലുണ്ടായി. കഞ്ചാവ് ചേർത്ത മിഠായിയുമായി ബന്ധപ്പെട്ട കേസുകളും എറണാകുളത്ത് വർദ്ധിക്കുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാർ സജീവമാണെന്ന വാർത്തയാണ് ഇപ്പോൾ ശ്യാം അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അന്തരിച്ച പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ചെന്നീർക്കര മാത്തൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. 8 മണിക്ക് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായി മൃതദേഹം അടൂരിലെത്തിക്കും. അടൂരിലും ഉച്ചയോടെ DCC ഓഫീസിലും പൊതുദർശനമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരുന്ന MG കണ്ണൻ ഇന്നലെ രാവിലെയാണ് മരിച്ചത്. ഇന്ന് രാജ്യാന്തര നഴ്സസ് ദിനമാണ്. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും അനുകമ്പയെയും ഈ ദിവസം ഓർമ്മിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആരോഗ്യമേഖലയുടെ അഭിമാനമാണ് അവിടുത്തെ നഴ്സുമാർ. കേരളത്തിന് ഈ ദിനം ഏറെ പ്രധാനപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള ആരോഗ്യമേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് കേരളത്തിലെ നഴ്സിംഗ് സമൂഹം. അർപ്പണബോധവും കഠിനാധ്വാനവും സഹാനുഭൂതിയും കൈമുതലാക്കിയ മലയാളി നഴ്സുമാർ കേരളത്തിന്റെ ആരോഗ്യരംഗത്തും വിദേശ രാജ്യങ്ങളിലും ഒരുപോലെ പ്രശംസിക്കപ്പെടുന്നു. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ രോഗി പരിചരണത്തിനിടെ നിപ ബാധിച്ച് മരിച്ച ലിനി ഒരേ സമയം കേരളത്തിന്റെ അഭിമാനവും വേദനയുമാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കരുതലോടെയും കാരുണ്യത്തോടെയും പ്രവർത്തിച്ചവരാണ് നമ്മുടെ നഴ്സുമാർ. വിദേശ രാജ്യങ്ങളിലും മലയാളി നഴ്സുമാർ അവരുടെ പ്രൊഫഷണലിസവും മനുഷ്യത്വ സമീപനവും കൊണ്ട് ശ്രദ്ധേയരാണ്. പല വികസിത രാജ്യങ്ങളിലെയും ആരോഗ്യമേഖലയുടെ വളർച്ചയിൽ കേരളത്തിലെ നഴ്സിംഗ് സമൂഹത്തിന് വലിയ പങ്കുണ്ട്. എങ്കിലും കേരളത്തിലെ നഴ്സിംഗ് സമൂഹം നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വർദ്ധിച്ച ജോലിഭാരം, കുറഞ്ഞ വേതനം, സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ അവരെ അലട്ടുന്നു. ഈ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ കേരളത്തിലെയും ലോകമെമ്പാടുമുള്ളതുമായ എല്ലാ നഴ്സുമാർക്കും 24-ന്റെ ആദരം. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവൻ സ്വർണം കാണാതാവുകയും പിന്നീട് ക്ഷേത്ര പരിസരത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ മോഷണ സാധ്യതയും പരിശോധിക്കും. ക്ഷേത്രത്തിൽ സ്വർണം സൂക്ഷിച്ച സ്ട്രോങ് റൂമിനും അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തിനുമിടയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് ഈ സ്വർണം നഷ്ടപ്പെട്ടത്? 13 പവനാണ് നഷ്ടപ്പെട്ടത്. അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് വൈകുന്നേരമാകുന്നതോടുകൂടെ കണ്ടെത്തുന്നു. പക്ഷേ എങ്ങനെ ഇത് അവിടെ എത്തി? നടന്നെന്തായാലും പോവില്ലല്ലോ. അപ്പോൾ അത് ഏത് രീതിയിലാണ് അവിടെ എത്തിയത്? അത്തരത്തിലൊരു മോഷണ സാധ്യത ഉണ്ടോ എന്നോ കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുകയാണല്ലോ.
തീർച്ചയായും മോഷണ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമായ, ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി കരുതിയിരുന്ന 13 പവൻ സ്വർണം, അത് നേരത്തെ കരുതിയിരുന്നതിൽ 13 പവൻ സ്വർണം ഉള്ള ഒരു ചെറിയ റോഡാണ്, സ്വർണത്തിന്റെ ഒരു റോഡാണ് നഷ്ടമായത്. അത് തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ക്ഷേത്ര പരിസരത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് പരിശോധിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ വീണ നിലയിൽ ഈ സ്വർണത്തിന്റെ റോഡ് കണ്ടെത്തിയത്. പക്ഷേ ഇത്തരത്തിൽ സ്ഥിരമായി നിരവധി ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്രയും സമയമായിട്ടും, അതായത് മിനിഞ്ഞാന്നാണ് ഇത്തരമൊരു പരാതി വരുന്നത്. അതിനുശേഷം ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു ഈ റോഡ് കണ്ടെത്തുന്നതും. അതുവരെ ആരും ഇത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒപ്പം നിരവധി ഭക്തർ വന്നു പോകുന്ന സ്ഥലമാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത തുടങ്ങിയ ചോദ്യങ്ങൾ, നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും ഇത് സ്വർണം കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ഇനി ഈ സ്വർണം തന്നെയാണോ ഇവിടെ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള ക്രോസ് ചെക്കിംഗ് ആണ്. അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, ശാസ്ത്രീയ പരിശോധന അടക്കമുള്ളവ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ മോഷണ സാധ്യതയോ മറ്റേതെങ്കിലും ദുരൂഹതയോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും പോലീസ് മോഷണ സാധ്യത തള്ളുന്നില്ല. കാരണം മറ്റാരെങ്കിലും എടുത്ത ശേഷം ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നുള്ളതെല്ലാം പോലീസിന്റെ സംശയത്തിലുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും തുടർ അന്വേഷണം നടത്തുക. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ടിബറ്റിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം 8-നും മേഖലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ 24 മണിക്കൂറിനിടെ 2 തവണ ഭൂചലനമുണ്ടായ വാർത്തയും വന്നിരുന്നു. ആദ്യത്തേത് 4 തീവ്രതയും രണ്ടാമത്തെ 5.7 തീവ്രതയും രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളായിരുന്നു. ഛത്തീസ്ഗഡിൽ ട്രക്ക് ട്രെയിലറുമായി കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. സരാഗോവിന് സമീപം റായ്പൂർ ബലോദെ ബസാർ റോഡിലാണ് അപകടമുണ്ടായത്. 4 കുട്ടികളും 9 സ്ത്രീകളുമാണ് മരിച്ചത്. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ ധാരണാപത്രം ഒപ്പുവയ്ക്കാത്തതിനാലാണ് ഫണ്ട് തടഞ്ഞുവെക്കുന്നതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തമിഴ്നാട്, കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാനുമുള്ള നിർദ്ദേശത്തെ കേരളം എതിർക്കുന്നതാണ് കേന്ദ്രത്തെ ചൊടിപ്പിച്ചത്. ഇതോടെയാണ് PM ശ്രീ ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികൾക്കായി കേരളത്തിന് നൽകേണ്ട 1500.27 കോടി രൂപ കേന്ദ്രം നിഷേധിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാനത്തെ നിർബന്ധിക്കാൻ കഴിയില്ലെന്നുള്ള സുപ്രീം കോടതി വിധിയും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. NCERT ജനറൽ കൗൺസിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും കേരളത്തിന്റെ ആശങ്കകൾ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ല. കേരളത്തിനുള്ള ധനസഹായം തടഞ്ഞുവെക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സമാന ആശങ്കകൾ പങ്കിടുന്ന തമിഴ്നാടുമായി കേരളം പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്ത ഒന്നുകൂടി പറയുകയാണ്. എറണാകുളത്ത് ആണ് ഏറ്റവും കൂടുതൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പിടിച്ചത് കഴിഞ്ഞ വർഷം എന്നാണ് മനസ്സിലാക്കുന്നത്. അതും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി കേസുകൾ വർദ്ധിക്കുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. ശ്യാംകുമാറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.